ഇപ്പോൾ തളിയിൽ നിന്നും സുജു ടി ബാബു ഉണ്ട്. സുജു ടി ബാബു, നമുക്കറിയാം നേരത്തെ സുജു ടി ബാബു റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ തിരക്ക്, വോട്ട് ചെയ്യാനുള്ളവരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. കാരണം 6 മണിക്ക് എത്തിയവർക്കെല്ലാം വോട്ട് ചെയ്യാനുള്ള അനുമതി ഉള്ളതിനാൽ തന്നെ ധാരാളം പേർ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ? വോട്ട് ചെയ്ത് കഴിയാറായോ? എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? സുജു, ശബ്ദം ലഭിക്കുന്നില്ല. ഏതായാലും അവിടെ ഇപ്പോഴും തളിയിൽ ഇപ്പോഴും വോട്ടെടുപ്പ് തുടരുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നത് അതാണ് വ്യക്തമാകുന്നത്. കാരണം നൂറുകണക്കിന് ആളുകൾ 6 മണിക്ക് ശേഷവും അവിടെ നിരനിരയായി വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. സുജു, തുടരാം. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് നേരത്തെ ചെയ്ത് പോകാൻ പറ്റി, പക്ഷെ പ്രാവശ്യം വന്ന് നോക്കിയപ്പോൾ കുടുങ്ങിപ്പോയി. ഒന്നുകൂടെ പറയുക, ചെറിയ സാങ്കേതിക പ്രശ്നമാണ്. 58 നമ്പറല്ലേ? എത്ര മണിക്കായിരുന്നു ഇവിടെ എത്തിയത്? ഞാൻ 4 മണിക്ക്. 4 മണിക്ക് അല്ലേ? വലിയ ക്യൂ ആയിരുന്നു ആ സമയത്തും? അതെ, ആ സമയത്ത് വലിയ ക്യൂ ഉണ്ടായിരുന്നത്. ഇവിടെ സാധാരണ ഇത്രയും വലിയ ക്യൂ ഉള്ള സ്ഥലം തന്നെയാണോ? അതെ, ഇത് കഴിഞ്ഞ കൊല്ലവും ഇതേ ലെവലിൽ തന്നെ ക്യൂ എല്ലാം കുറെ പേരുണ്ടായിരുന്നു. ജോലിക്ക് പോയ ശേഷം എത്തുമായിരുന്നു? അതെ, ഞാൻ ജോലിക്ക് പോയിട്ട് വന്നായിരുന്നു. ജോലി കഴിഞ്ഞ് അവിടെ നിന്ന് ക്ലോസ് ചെയ്ത് ഇങ്ങോട്ട് എത്തി. ഇവിടത്തേക്ക് പോകുമ്പോൾ ഭയങ്കര ക്യൂ ആണ്. അപ്പോൾ ക്യൂ കണ്ടപ്പോഴും തിരിച്ചു പോകാൻ തോന്നിയില്ലല്ലേ? തോന്നിയില്ല. പിന്നെ ഫ്രണ്ട്സുമൊക്കെ അവിടെ നിൽക്കാണ്ട് അങ്ങനെ കമ്പനി അടിച്ചോടെ നിന്നു. അങ്ങനെ ആഘോഷമാക്കി തന്നെ നിന്നില്ലേ? അതെ, ആഘോഷമാക്കി തന്നെ നിന്നു. എന്തായാലും വിലപ്പെട്ട വോട്ടവകാശം ഞാൻ നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വോട്ട് ചെയ്തു. ഇപ്പോഴും നമുക്ക് ബിനു ക്യൂ തുടരുകയാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് 50-ാം നമ്പർ പുറകിൽ നിന്നാണ് ക്യൂ ടോക്കൺ നൽകുന്നത്. അങ്ങനെയെങ്കിൽ 50-ാം നമ്പർ ആളായിരിക്കാം. ചേട്ടൻ എത്ര ടോക്കൺ ലഭിച്ചിരുന്നോ? ഏറ്റവും അവസാനത്തെ ഈ തളി ബൂത്തിൽ വോട്ടറാണ് അല്ലേ? അങ്ങനെ ഒരു പ്രത്യേകത. കാരണം കേരളം മൊത്തം ഉറ്റുനോക്കുവാണ്, ഇവിടെ മാത്രമാണ് ഇപ്പം പോളിംഗ് തുടരുന്നത്. അതിൽ ഏറ്റവും അവസാനത്തെ വോട്ടർ പേരെന്താണ് ചേട്ടൻ? പേര് ജാഫർ. ഈ അവസാനം വന്നപ്പോൾ ഇത്രയും നീണ്ട ക്യൂ ആയിരുന്നല്ലോ. ഇവിടെ ഓൾറെഡി ഇത്രയും ക്യൂ ആയിരുന്നു. കാരണം അപ്പോൾ ഞങ്ങൾ 2-3 തവണ വന്ന് നോക്കിപ്പോയി. ഒരുപാട് വോട്ടർമാർ തിരിച്ചു പോയി വോട്ട് ചെയ്യാൻ. കാരണം തിരക്ക്, കാരണം ഈ സൈഡിലൊക്കെ ഭയങ്കര വെയിലായിരുന്നു. ആളുകൾക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. കാരണം ഈ സൈഡിലാണ് ക്യൂ നിൽക്കാൻ പോലും ഉള്ള ഒരു സൗകര്യം ഇല്ല. ഇതിൽ ചെറിയൊരു റൂമാണ്. ജാഫർ നല്ല പേര് പറഞ്ഞു. അവസാനം വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. വോട്ട് ചെയ്യണമെന്നുള്ള ഈ ജനാധിപത്യത്തിന്റെ ഒരു കരുത്തല്ലേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ലാസ്റ്റ് വരെ നമ്മൾ എത്ര സമയം നിന്നാലും ഈ ഒരു വോട്ട് നമ്മൾ ചെയ്തിരിക്കും. ജനാധിപത്യത്തിന്റെ വോട്ട് വിനിയോഗിക്കും. എന്തായാലും ഈ വോട്ടർ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ പ്രാവശ്യത്തെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അവസാനത്തെ വോട്ടറായിരിക്കും ജാഫർ. കാരണം ഈ തളി ഈ ഹെൽത്ത് സെന്ററിൽ ലാസ്റ്റ് ടോക്കൺ കിട്ടിയ ജാഫറാണ് നമ്മളോടൊപ്പം. ഈ പ്രാവശ്യം നിങ്ങൾ അങ്ങനെ ഒരു ചരിത്ര വ്യക്തി കൂടിയായി മാറുകയാണ്. അങ്ങനെ ഒരു കൗതുകം കൂടി ജാഫറുണ്ട്. എന്തായാലും ജാഫറിന് അവസാനത്തെ ടോക്കൺ നമ്പർ 1 കിട്ടിയ വ്യക്തിയാണ്. ഇപ്പോൾ 50 ടോക്കൺ കിട്ടിയ ആളാണ് പോൾ ചെയ്തു പോയത്. അങ്ങനെയെങ്കിൽ 49 വോട്ടർമാരുടെ ഇനിയും പോൾ ചെയ്യാനായിരിക്കും ഉണ്ടാകുന്നത്. സ്ത്രീകളുടെ പോളിംഗ് പൂർണ്ണമായി അവസാനിച്ചിരിക്കും. ഇനി പുരുഷന്മാരുടെ 50 ക്യൂ ജാഫറിന്റെ മുകളിലുള്ള. നമുക്ക് ഇതാണ് ഇതിൻ്റെ അകത്തൊരു രസവുമുണ്ട്, അതിനോടൊപ്പം തന്നെ ഗൗരവമുള്ള കാര്യങ്ങൾ തന്നെയാണ്. യെസ്, ഏതായാലും തളിയിൽ വോട്ടെടുപ്പ് സംബന്ധിച്ചൊരു കൃത്യമായ ചിത്രമാണ് ഇപ്പോൾ സുജു ടി ബാബു നൽകിയത്.